എൻ്റെ പേര് ആൽബിൻ മൈക്കിൾ. ഞാൻ സെൻറ്റ് ജോർജ് ഫൊറാന ചർച്ചിലെ ഒരംഗമാണ്. ഞാൻ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്ന് ഞങ്ങളുടെ കൂടി വന്നിരിക്കുന്നത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഫാദർ അലക്സ് മൂലക്കുന്നേൽ അച്ഛനാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ളത് ഞങ്ങളുടെ കൊച്ചച്ഛൻ ബഹുമാനപ്പെട്ട ഫാദർ പോൾ പാറേപ്ലാക്കൽ അച്ഛനാണ്. ആൽബിന് ഈ പാട്ട് പാടുവാനുള്ള കഴിവ് കൊടുത്തത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായി ഞങ്ങൾ കരുതുന്നു. ആൽബിൻ പാട്ട് പാടി ഇടവകയിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം പാട്ട് പാടി അവൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിന് വളരെ ആശ്വാസം നൽകുകയും സന്തോഷം നൽകുകയും ചെയ്യുന്നു. ആൽബിൻ ജില്ലാ മത്സരങ്ങളിലും സംസ്ഥാന മത്സരങ്ങളിലും പലതവണ സമ്മാനം വാങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ ഞങ്ങളുടെ നാടിൻ്റെ ഒരു അനുഗ്രഹമായി ഞങ്ങൾ കരുതിക്കൊണ്ട് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനും എല്ലാം ഞങ്ങൾക്ക് പൂർണ്ണ സപ്പോർട്ടാണ്. ആൽബിൻ ഇനിയും ഉയരങ്ങളിലേക്ക് ഉയരുവാൻ വേണ്ടി ഞങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കുകയും വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ പാടാൻ പോകുന്നത് അതുല്യ സ്നേഹമേ ആരാധനെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ പാട്ട് പാടുമ്പോൾ എനിക്ക് വളരെ സമാധാനവും സന്തോഷവും ലഭിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് തിരഞ്ഞെടുത്തത്. സ്വന്തം യേശുദേവാ
എൻ്റെ പേര് ജോസ്ന ജോർജ്. ഞാൻ സെൻറ് തോമസ് ചർച്ച് മംഗൾഗിരി ഇടവക അംഗമാണ്. ഞാൻ അൽഫോൻസ റെസിഡൻസി സ്കൂളിൽ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇത് ഏറ്റവും ബഹുമാനപ്പെട്ട ഞങ്ങൾ വികാരി അച്ഛൻ ഫാദർ സ്കറിയ മലമാക്കലാണ്. അച്ഛൻ വളരെ സപ്പോർട്ടീവാണ്. അച്ഛൻ കിട്ടുന്ന ഓരോ പുതിയ പാട്ടുകളും പഠിക്കാനായിട്ട് എനിക്ക് തരും. എൻ്റെ ചേട്ടൻ +2 പഠിക്കുന്നു. ഇതെൻ്റെ പപ്പ ജോർജ് തോമസ്, അതെൻ്റെ മമ്മി ജെസി ജോർജ്. ആദ്യമായി ഞാൻ ജോസ്നമോളെ തന്ന പരമകാരുണ്യവാനായ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒപ്പം ജോസ്നമോളുടെ കഴിവുകൾ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടി നല്ല പുതിയ പാട്ടുകളെല്ലാം തന്ന് ഏറ്റവും അധികം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ വികാരിയച്ഛനെ ഒരുപാട് നന്ദിയോടെ ഈ നിമിഷം ഓർക്കുന്നു. അതുപോലെ തന്നെ ജോസ്നയുടെ സഹോദരൻ ജോസി വളരെ അവൾക്ക് വേണ്ടി ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് വളരെയേറെ സഹായങ്ങൾ ചെയ്യുന്നു. എല്ലാറ്റിനും ഉപരിയായി ഒരിക്കൽ കൂടി ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു. ഞാനിന്ന് ഇവിടെ ആലപിക്കാൻ പോകുന്ന ഗാനം മഞ്ഞുകാറ്റ് പോലെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. എൻ്റെ ജീവിതത്തിൽ മാതാവ് എനിക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇന്നിവിടെ ഞാൻ ഈ ഗാനം ആലപിക്കുന്നത്. മഞ്ഞിൻ്റെ കുളിർമ നൽകുന്ന ആ മാതാവിൻ്റെ ഗാനം ഞാൻ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. മഞ്ഞുകാറ്റ് പോലെ എന്നും എൻ്റെ ഹൃദയത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. മഞ്ഞുകാറ്റ് പോലെ എന്നും എൻ്റെ ഹൃദയത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. സുരലോക സൂര്യൻ സുവിശേഷ കാതൽ മലദീപമാ സുവിശേഷകാതൻ മനദീപമാകാൻ മനസ്സാകണേ. ഓ മഞ്ഞുകാറ്റ് പോലെ എന്നും എൻ്റെ ഹൃദയത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. ശോഭയുള്ള ഷാരോൺ പൂവുമിയല്ലേ ഹോളിവന്റെ ചില്ല ചുണ്ടിലേറി നിൽക്കും. ശോഭയുള്ള ഷാരോൺ പ്രാവമിയല്ലേ വാഗ്ദത്തക്കൂടാരം നീയല്ലോ മാതാവേ. ദാവീദിൻ പ്രാവാരം നീ തന്നെ കന്യാവേ. സ്വർഗ്ഗമിന്നു മഞ്ഞുകാറ്റ് പോലെ എന്നും എൻ്റെ ഹൃദയത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. കുരിശിന്റെ വഴിയെ വീശി നിന്ന സ്നേഹ കാറ്റ് നീയല്ലേ. സഹനമൊത്തുകൊണ്ട് മാല ചാർത്തി നിന്ന് ശുദ്ധിയുള്ള സീയോൻ പുത്രി നീയല്ലേ. റൂഹാതൻ മണവാട്ടി നീയല്ലോ മാതാവേ. ശ്രീവാദൻ സഹചാരി നീ തന്നെ മോക്ഷവാദിനായ കന്യകേ. ഓ മഞ്ഞുകാറ്റ് പോലെ എന്നും എൻ്റെ ഹൃദയത്തിൽ
മറിയം ജോസഫ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സെൻറ്റ് മേരീസ് GHSS പാലായിലാണ് പഠിക്കുന്നത്. ഇതെൻ്റെ ഇടവക മീനച്ചിൽ സെൻറ്റ് ആൻ്റണീസ് ചർച്ച്. എൻ്റെ കൂടെയുള്ളത് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഫാദർ ജോസഫ് പരോമേൽ. ഇതെൻ്റെ പപ്പ CC ജോസഫ്, എൻ്റെ ചേച്ചി ജസ്ലിൻ, അമ്മ എൽസമ്മ, വല്യമ്മച്ചി ലീലാമ്മച്ചി. മറിയം ജോസഫ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ ഇടവകയിലെ സെൻട്രൽ സ്കൂളിൽ മിഷീലിങ്ങിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സജീവ പ്രവർത്തകയാണ്. അവൾ നന്നായിട്ട് പാട്ട് പാടുന്നു. പല സ്റ്റേജുകളിലും അവൾക്ക് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനിയും ധാരാളം നന്നായി പാടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ അനുജത്തി മറിയം വളരെ നന്നായി പാടുന്ന ഒരു കുട്ടിയാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് അവൾക്ക് ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. രൂപതാ കലോത്സവത്തിലും അതുപോലെ റവന്യൂ ജില്ലാ കലോത്സവങ്ങളിലും ഒക്കെ അവൾക്ക് ധാരാളം ഗ്രേഡുകളും സമ്മാനങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇവിടെ പള്ളിയിൽ കൊയറിൽ പാടാൻ തുടങ്ങിയതിൽ പിന്നെയാണ് അവൾ ഒത്തിരി നന്നായി പാടാൻ തുടങ്ങിയത്. അത് വളരെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. ഞാനിന്ന് പാടാൻ പോകുന്ന പാട്ട് ദിവ്യകാരുണ്യമായി നാഥനിൽ വന്നിടുമ്പോൾ എന്നുള്ള പാട്ടാണ്. ആ പാട്ട് പാടുമ്പോൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച എല്ലാവരുടെയും മനസ്സിൽ വല്ലാതൊരു സന്തോഷം നിറയും. ആ പാട്ട് പാടുന്നത് വളരെ നല്ലതാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്കും ആ പാട്ട് പാടുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് മനസ്സിലുണ്ടാവാറുണ്ട്. ദിവ്യമായ സ്നേഹമോടിൻ ജീവിതം ധന്യമായി ദിവ്യകാരുണ്യരൂപം എൻ്റെ ഉള്ളിൽ മന്ത്രിക്കുന്നു. ദൈവം നിന്നെ സ്നേഹിക്കുന്നു എത്രയോ ദിവ്യമായ സ്നേഹമോടിൻ ജീവിതം ധന്യമായി.
എൻ്റെ പേര് തോമസ് ആൻ്റണി. ഞാൻ കൂത്താട്ടുകുളം ഹോളി ഫാമിലി ചർച്ചിലെ അംഗമാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങളുടെ വികാരിയച്ഛൻ ഫാദർ തോമസ് ബ്രാഹ്മണവേലിൽ. എൻ്റെ കൂടെ വന്നിട്ടുള്ളത് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ മുത്തശ്ശി, എൻ്റെ ആൻറ്റിമാർ, പിന്നെ എൻ്റെ അങ്കിള്, പിന്നെ എൻ്റെ ചേട്ടൻ. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന നല്ല കൊച്ചുമിടുക്കനാണ്. മിഷൻ ലീഗ് സംഘടനയിൽ തോമസ് ആൻ്റണി വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ ഗായക സംഘത്തിലും അംഗമാണ്. ദേവാലയ സംഗീതത്തിൽ ആരാധനാക്രമത്തിൽ സജീവമായിട്ട് പങ്കുചേരുന്നുണ്ട്. അവൻ നന്നായിട്ട് പാടാൻ കഴിവുള്ളൊരു കുട്ടിയാണ്. അവനെ ഞങ്ങൾ സംഗീതം പഠിപ്പിക്കാൻ വിട്ടു തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടുള്ളൂ. പാട്ട് എഴുതാനുള്ളൊരു കഴിവും ഇവനിലുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഉദാഹരണമാണ് എൻ്റെ രക്ഷക എന്നുള്ള ആ പാട്ടിൻ്റെ ആ രചനയും അതുപോലെ ട്യൂൺ ചെയ്തതും എല്ലാം. അതുപോലെ തന്നെ ഇവൻ അതുകൂടാതെ തന്നെ വ്യത്യസ്തമായ കഴിവുകളുള്ള ഒരു കുട്ടിയും കൂടെയാണ്. ഇവന് നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു പയ്യനും കൂടെയാണ് ഇവന്. അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കും. ഞാനിന്ന് പാടാൻ പോകുന്ന പാട്ട് എൻ്റെ കർത്താവേ എൻ്റെ രക്ഷകനെ എന്നുള്ളതാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഞാൻ തന്നെ എഴുതി ട്യൂണിട്ടതാണ്. ഇത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ ഗാനം തിരഞ്ഞെടുത്തത്.